ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ ചെമ്പന്നീർപ്പൂവിൻ്റെ കഥ കേൾക്കാൻ നിങ്ങളൊക്കെ തയ്യാറായിട്ടിരിക്കുകയല്ലേ? അപ്പോൾ ഇന്നത്തെ ചെമ്പന്നീർപ്പൂവിൻ്റെ കഥ പറയാം. അങ്ങനെ രേവതിക്ക് കാല് വേദനിച്ചിട്ട് സച്ചി എഴുന്നേറ്റ് പെയിൻ കില്ലർ എടുത്ത് കൊടുക്കുന്നു. പെയിൻ കില്ലർ എടുത്ത് കൊടുത്തിട്ട് രേവതിക്ക് കൊടുത്തിട്ട് പറഞ്ഞാൽ നല്ലോണം വേദനിക്കുന്നുണ്ടോ രേവതി ചോദിക്കുമ്പോൾ ഇപ്പോൾ കുറവുണ്ട് എന്ന് പറയുമ്പോൾ പെയിൻ കില്ലർ കഴിച്ച് കുറച്ച് കഴിയുമ്പോൾ അപ്പോൾ പെയിൻ കില്ലർ ഫലിച്ചു തുടങ്ങി. ഇനി മോള് കിടന്ന് ഉറങ്ങിക്കോട്ടോ എന്ന് പറയുമ്പോൾ പറയണം സച്ചേട്ടാ രാവിലെ അച്ഛന് നടത്തം കഴിഞ്ഞ് വന്നാൽ ഉടനെ ഒരു ഗ്ലാസ് ചൂടുവെള്ളം കൊടുക്കണം. അത് കഴിഞ്ഞ് അച്ഛൻ കുളിക്കാൻ പോകും. കുളി കഴിഞ്ഞ് വരുമ്പോൾ അച്ഛന് കോഫി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഏൽപ്പിക്കണം. അതൊക്കെ ഞാൻ ഏറ്റു രേവതി എന്ന് പറഞ്ഞാൽ പോരെ, ഇതിനൊക്കെ പണിയുണ്ടോ, ഒക്കെ ശരിയാക്കാം രേവതി, നീ ഒന്ന് സമാധാനമായിട്ടിരിക്കുകയെന്ന് പറഞ്ഞിട്ട് രേവതിനെ സമാധാനിപ്പിക്കണം. സച്ചി നീ സമാധാനമായിട്ട് കിടന്നുറങ്ങുക പറയുമ്പോൾ രേവതി പറയും കിടന്നാലും ഉറക്കം വരില്ല സച്ചേട്ടാ, വെറുതെ കിടക്കാമെന്ന് മാത്രം പറയും. എന്താ നിനക്ക് ഉറക്കം വരാത്തേ? ഉറക്കം വരാനുള്ള മാർഗ്ഗം ഞാൻ ഇപ്പോൾ കാണിച്ചു തരാമിട്ട് സച്ചി ചെന്ന് രേവതിയുടെ കാല് എന്താ നിങ്ങളെ കാണിക്കണം, അയ്യേ മിണ്ടാതിരിക്കുന്നൊക്കെ പറയും. നീ മിണ്ടാതിരുന്നവണ് സച്ചി ചെന്ന് രേവതിയുടെ കാല് പിടിച്ച് തഴുകി രേവതിയുടെ കാല് തലോടി അങ്ങനെ രേവതി കിടന്ന് ഉറങ്ങാണ്. സച്ചി ആ തഴുകലിൻ്റെ സുഖത്തിൽ രേവതി സുഖമായിട്ട് കിടന്ന് ഉറങ്ങാണ്. ഉറങ്ങിക്കഴിയുമ്പോൾ രേവതിയെ നോക്കി സച്ചി ഇങ്ങനെ പറയണം, പാവം എന്തോരം വേദന അനുഭവിക്കുന്നുണ്ട് ഈശ്വര, എനിക്ക് എൻ്റെ രേവതിയുടെ കിടപ്പ് കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്നിട്ട് സച്ചി കരയാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം രാവിലെ ഈ രവീന്ദ്രൻ നടത്തം കഴിഞ്ഞ് കയറി വരുമ്പോൾ പെട്ടെന്ന് വീട്ടിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ രവീന്ദ്രന് വിഷമമായിട്ട് നിൽക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ രേവതി ഓടിച്ചാടി ചായ കൊണ്ടുവന്ന് കൊടുക്കുന്നതും കോഫി കൊണ്ടുവന്ന് കൊടുക്കുന്നതും ചൂടുവെള്ളം കൊണ്ടുവന്ന് കൊടുക്കുന്നതും ബ്രേക്ക്ഫാസ്റ്റ് വിളമ്പുന്നതും ലഞ്ച് വിളമ്പുന്നതും ഒക്കെ അങ്ങനെ മനസ്സിൽ കൂടെ കടന്നു പോവാണ് രവീന്ദ്രൻ അങ്ങനെ അതൊക്കെ ആലോചിച്ചിട്ട് വിഷമാവാണ്. അപ്പോൾ രവീന്ദ്രൻ ഇങ്ങനെ വന്ന് സോഫയിലിരിക്കുന്ന സമയത്ത് അച്ഛൻ അതേ ചൂടുവെള്ളം വന്നിട്ട് ചൂടുവെള്ളം കൊണ്ട് വരികയാണ് സച്ചി. രേവതി പറഞ്ഞിട്ടുണ്ട് അച്ഛൻ എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ രേവതി പറഞ്ഞിട്ടുണ്ട്. അച്ഛൻ ചൂടുവെള്ളം കുടിക്കുകയെ പറയും. അങ്ങനെ ചൂടുവെള്ളം കൊടുന്ന് കൊടുക്കും. അപ്പോൾ രവീന്ദ്രൻ പറയും ഞാൻ ഇവിടെ കയറി വന്നപ്പോൾ രേവതി മോളില്ലാത്ത വല്ലാത്തൊരു ശൂന്യതാടാ, വീടിൻ്റെ ഉള്ളിൽ വീടേ അല്ലാത്ത പോലെ ആയേക്കുന്നു, രേവതി ഇല്ലാത്തതിൻ്റെ കുറവ് നല്ലോണം എനിക്കറിയേണ്ട പറയും. അച്ഛനെ ഞാൻ നന്നായി നോക്കല്ലേ, അച്ഛനോട് സ്നേഹം കൂടുതൽ എനിക്കല്ലേ, നിനക്ക് സ്നേഹമാണ്. അപ്പം ഞാനല്ല അച്ഛൻ്റെ മകൻ, നീ എൻ്റെ മകനാണെങ്കിൽ എൻ്റെ മോളാട്, അവളെൻ്റെ മരുമോളല്ല. ഈ വീട്ടിൽ ആര് സ്നേഹിക്കണേക്കാട്ടിലും കൂടുതൽ അവളെ എന്നെ സ്നേഹിക്കേണ്ട, എൻ്റെ കാര്യങ്ങൾ നോക്കണ്ടേ, അതൊക്കെ ആരൊക്കെ പറഞ്ഞാലും ഞാൻ സമ്മതിക്കില്ല പറയാണ്. ഒപ്പം അങ്ങനെ ഇപ്പം മകനായി ഞാൻ പുറത്ത്, എന്തൊക്കെ പറഞ്ഞാലും ശരി അവളുടെ അത്ര സ്നേഹം വേറെ ആർക്കും എന്നോട് വരില്ലടാന്ന് പറഞ്ഞിട്ട് രവീന്ദ്രൻ അങ്ങനെ കുളിക്കാൻ പോയ സമയത്ത് സച്ചി ആലോചിക്കണം ഇനി അച്ഛന് കോഫി ഉണ്ടാക്കി വെക്കണം, രാവിലത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം, പണികളുണ്ട് എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ട് അടുക്കളയ്ക്ക് പോയിട്ട് പിന്നെ റെഡിയായി ശ്രുതി വർഷ ശ്രീകാന്ത് എല്ലാവരും റെഡിയായി ഡൈനിങ് റൂമിലേക്ക് വന്നിരിക്കുകയാണ്. ഡൈനിങ് റൂമിൽ വന്നിരുന്നിട്ട് ശ്രുതി പറയണെന്ന് നല്ല വിശപ്പുണ്ട്, എന്താണ് അവ ഇന്നലെ രാത്രി ശരിക്കും ഫുഡ് കഴിക്കാത്തതിൻ്റെ പറയണ ശ്രുതി. അത് എനിക്ക് പുട്ടും കടലയും പോരട്ടെ പറയണ ശ്രുതി. അപ്പോൾ ശ്രുതി പറയണ എനിക്ക് ദോശ മതി, ദോശയുടെ കൂടെ കടലച്ചാറും കൂടി വേണം കേട്ടോ, അപ്പോൾ നല്ല ടേസ്റ്റ് ആവും പറഞ്ഞിട്ട് അടുക്കളയിലേക്ക് നോക്കിയിട്ട് കൽപ്പിക്കണ സമയത്ത് സച്ചി വന്നിട്ട് പറയും എന്തപ്പോൾ ഇത് എല്ലാവരും കൽപ്പിക്കണ്ടല്ലോ, ഈ വേണ്ടവരൊക്കെ അവനെ ഉണ്ടാക്കി കഴിച്ചോളണം, എന്തപ്പോൾ ഇത് ഹോട്ടലോ, രേവതി ഇവിടെ ഇല്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയില്ലേ, രേവതിക്ക് വയ്യാതെ കിടക്കാന്ന്. അപ്പോൾ ശ്രുതി പറയണം അയ്യോ രേവതി വയ്യാതെ കിടക്കാല്ലേ, ആ കാര്യം ഞങ്ങൾ മറന്നുപോയി എന്ന് പറയണം. മറന്നു പോവും, ഞാനൊരു കാഞ്ചി അച്ഛന് കഴിക്കാൻ വേണ്ടി. അപ്പം നോക്കുമ്പോൾ ടേബിളിൻ്റെ മുകളിൽ കോഫി ഇരിക്കുന്നുണ്ട്. അപ്പോൾ ശ്രുതി കോഫി എടുത്ത് കുടിക്കരുത്, തൊട്ട് വരുന്നത്, അത് ഞാൻ അച്ഛന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ അവനെ എടുത്ത് കഴിച്ചോളണം പറയണം. അപ്പോൾ എന്ത് കഷ്ടം അത്. അപ്പോൾ അവൾ രേവതി മാത്രമല്ല മരുമോളായിട്ടുള്ള വേറെ 2 മരുമക്കളില്ലേ, ശ്രുതിക്ക് കയറാനില്ല അടുക്കളയിൽ. അപ്പോൾ വർഷമൊക്കെ ശ്രുതി ചേച്ചി കയറി ഉണ്ടാവുമെന്നാണ് ഞാൻ വിചാരിച്ച് പറയാം. പിന്നെ ഞാൻ കയറിയിട്ട് എൻ്റെ കൈയിൻ്റെ സോഫ്റ്റ്നെസ്സൊക്കെ പോയാൽ ഞാൻ എങ്ങനെ കസ്റ്റമറെ ഡീൽ ചെയ്യും, നിനക്ക് കയറാനില്ല, മരുമകളായിട്ട് ഞാൻ മാത്രമല്ലല്ലോ നീയും ഇല്ലേ ചോദിക്കണം വർഷോട്. അപ്പോൾ വർഷം പറയും എനിക്കതിനൊന്നും ഉണ്ടാക്കാൻ അറിയില്ലല്ലോ പറയും. അപ്പോൾ ശ്രുതി പറയും ഇവിടെ ഒരു ഷെഫായിട്ട് ഒരുത്തനുണ്ടല്ലോ, അവന് കയറായിരുന്നില്ല, എന്തെങ്കിലും കയറിയിട്ട് ഉണ്ടാക്കുന്നില്ല വെച്ച് പരസ്പരം കുറ്റപ്പെടുത്തലും പോറവിളികളും നടക്കുകയാണ് ഡൈനിങ് ടേബിളിൽ. അപ്പോൾ സച്ചി പറയും ആരും വഴക്കൂടിയൊന്നും വേണ്ട, ഞാൻ അച്ഛന് കഴിക്കാൻ ഉപ്മാവ് ഉണ്ടാക്കിയിട്ടുണ്ട്, എനിക്ക് രേവതിക്ക് അച്ഛനൊക്കെ കഴിക്കാൻ ഉപ്മാവ് ഉണ്ടാക്കിയിട്ടുണ്ട്, ആ കൂട്ടത്തിൽ കൂടെ നിങ്ങൾക്കും കൂടി ഉള്ള ഉണ്ടാക്കിയിട്ടുണ്ട്, വേണ്ടവർക്ക് എടുത്ത് കഴിക്കാൻ പറയണം. ഉപ്പുമാവോ ചോദിക്കുകയാണ് ശ്രുതിയോ ഒരുമിച്ച്. അപ്പോൾ സച്ചി പറയും വേണ്ടെങ്കിൽ തമ്പുരാട്ടിയും കഴിക്കണ്ട. അപ്പോൾ ശ്രുതി പറയും ഉപ്പുമാവ് വിശന്നിട്ട് വയ്യ പറയും. അപ്പോൾ ശ്രുതിയും പറയും ഉപ്പുമാവ് എടുത്തിട്ട് വരാനോ, വേണമെങ്കിൽ പോയി എടുക്കാൻ പറയും. അപ്പോൾ സച്ചി അപ്പോൾ ശ്രുതി പറയും ശ്രുതി നീ പോയിട്ട് നമുക്ക് രണ്ടാക്കുള്ള ഉപ്പുമാവ് എടുത്തിട്ട് പോയി. അപ്പോൾ ശ്രുതിയോട് പറയും ശ്രുതി ഞാൻ എനിക്കുള്ളത് എടുക്കും, ശ്രുതി വേണമെങ്കിൽ ശ്രുതിക്കുള്ള പോയി എടുത്താൽ വേണ്ട ശ്രുതി ഉപ്പുമാവ് എടുക്കാൻ വേണ്ടി അടുക്കളയിൽ പോകും. അപ്പോൾ ശ്രുതി പിന്നാലെ ഞാൻ പോയിട്ട് വരാം പാവം വയ്യ എന്നിട്ടാന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി മെല്ലെ അവിടെ നോഞ്ഞിട്ട് അടുക്കളയ്ക്ക് പോകും. അപ്പോൾ സച്ചിയോട് ശ്രീകാന്ത് പറയും സച്ചിയേട്ടൻ വല്ലാതെ കഷ്ടപ്പെടണ്ടല്ലേ രേവതി ചേച്ചിക്ക് വയ്യാത്ത കാരണം. അപ്പോൾ ശ്രീകാന്ത് പറയും സച്ചിയേട്ടാ ഞങ്ങൾ രണ്ടാളെ സച്ചേട്ടനെ സഹായിക്കാൻ എന്താ ചെയ്യേണ്ടതെന്നൊന്ന് പറഞ്ഞു തന്നാൽ മതി പറയും. അപ്പോൾ വർഷം സച്ചേട്ടൻ എനിക്ക് അറിയാത്തതുകൊണ്ടാ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തന്നെ ഞാൻ സച്ചേട്ടൻ്റെ ഒപ്പം എല്ലാത്തിനും കൂടെ പറയുമ്പോൾ സച്ചി പറയും വേണ്ട മോളെ നീ ഒന്നും ചെയ്യണ്ട, നിൻ്റെ ഈ മനസ്സുണ്ടല്ലോ അത് തന്നെ ധാരാളം പറയും.
എന്നിട്ട് സച്ചി അവിടെ നിന്ന് അടുക്കളയ്ക്ക് പോകുമ്പോൾ വർഷയും ശ്രീകാന്തും കൂടിയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ശ്രീകാന്ത് പറയണ പാവൻ്റെ സച്ചേട്ടൻ പറയണം. അപ്പോൾ വർഷ പറയണ വാ നമുക്കും പോയിട്ട് കഴിക്കാമെടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവർ അടുക്കളയ്ക്ക് പോവാണ്. അത് കഴിഞ്ഞ് രേവതി ഇങ്ങനെ റൂമിൽ കിടക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ശരത്തിന് കോൾ വരികയാണ്. അപ്പോൾ ശരത്ത് ഫോൺ എടുക്കുമ്പോൾ ശരത്ത് മനസ്സിലിങ്ങനെ വിചാരിക്കുന്നുണ്ട്, ആൻ്റണി ആണോ രേവതി ചേച്ചിക്ക് അത് ചെയ്തത്? ആൻ്റണിക്ക് സച്ചേട്ടനോട് വൈരാഗ്യമുണ്ട്, സച്ചേട്ടനോടുള്ള വൈരാഗ്യം തീർക്കാൻ വേണ്ടി ആൻ്റണിയാണോ രേവതി ചേച്ചിയുടെ കാലോടിച്ചത്? എനിക്ക് ബലമായ സംശയമുണ്ട്. എന്തായാലും അത് കണ്ടുപിടിക്കണം എന്നാണ് ശരത്ത് ഇങ്ങനെ മനസ്സിൽ വിചാരിച്ച സമയത്താണ് ശരത്തിന് കോൾ വരുന്നത്. കോൾ എടുക്കുമ്പോൾ ദേവുവാണ്. ശരത്ത് നീ എവിടെ ചോദിക്കുമ്പോൾ ഞാൻ ഇവിടെ ഫ്രണ്ടിൻ്റെ വീട്ടിലെ പറയും നീ വാ നമ്മൾ രേവതി ചേച്ചിയുടെ വീട്ടിൽ പോയി ഞാനമ്മ നീയും വരുന്നുണ്ട് കേൾക്കുമ്പോൾ ഞാൻ ഇല്ലേ പറയും. എന്താടാ എന്ത് മനസ്സാടാ നിൻ്റെ? എനിക്ക് രേവതി ചേച്ചിയോട് ഒരു സ്നേഹമില്ല കേൾക്കുമ്പോൾ എനിക്ക് രേവതി ചേച്ചീനെ ഭയങ്കര ഇഷ്ടമാണ്, പൊന്നു പോലെ എനിക്ക് സ്നേഹം. പക്ഷേ അയാളില്ലേ അവിടെ വെറുതെ ഞാൻ വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു വഴക്കാവ്. എന്തിനാണ് നിൽക്കണം? എന്തിനാ ചേച്ചിയുടെ സമാധാനങ്ങളാണ്? ഞാൻ വീഡിയോ കോൾ ചെയ്തിട്ട് ചേച്ചീനെ കണ്ടോളാം പറയണം. ശരത്തെ അങ്ങനെയൊന്നും പറയരുത്. ഇപ്പോൾ രേവതി ചേച്ചിയുടെ അമ്മായിമ്മ അവിടെ ഇല്ല, തീർത്ഥാടനത്തിന് പോയേക്കാം. സച്ചേട്ടൻ ഉണ്ടെങ്കിലും ഒന്നും പറയില്ല, നീ വായോ നമുക്ക് പോയിട്ട് വരാം. എന്താടാ നീ ഇങ്ങനെ ചോദിക്കുമ്പോൾ ശരി ഞാൻ വരാമെന്ന് പറയണ ശരത്ത്. അപ്പോൾ ശരത്തിൻ്റെ മനസ്സിൽ സംശയം ആൻ്റണിയാണോ ചെയ്തതെന്നുള്ള കണ്ടുപിടിക്കണം എന്നാണ് ശരത്തിൻ്റെ മനസ്സിൽ. അത് കഴിഞ്ഞ് ദേവും അമ്മയൊക്കെ കൂടിയിട്ട് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് ഉള്ള ഒരുക്കത്തിലാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ രേവതി കിടക്കുകയാണ്. അപ്പോൾ രവീന്ദ്രൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് നേരെ രേവതിയുടെ അടുത്തേക്കാണ് വന്നിട്ട് ചോക്കി രേവതിയുടെ കാല് തൊട്ടിട്ട് ചോക്കി മോളെ എങ്ങനെയുണ്ട് വേദന ഉണ്ട് വെക്കുമ്പോൾ ഇത്ര നേരം എനിക്ക് വേദനയായിരുന്നു, പച്ച തൊട്ടപ്പോൾ എൻ്റെ വേദന എല്ലാം മാറി വെച്ചാൽ പറയും. മോളില്ലാതെ ഈ വീടിൻ്റെ വെളിച്ചമൊക്കെ കെട്ടുപോയി മോളെ, ആകെ ഇരുട്ടിലായ പോലെ ഈ വീട് പറയുമ്പോൾ രേവതി പറയും ഒരു 2 ആഴ്ച കഴിയട്ടെ അച്ഛ, ആ വെളിച്ചമൊക്കെ നമുക്ക് തിരിച്ചു പിടിക്കാൻ അച്ഛൻ ധൈര്യമായിട്ടിരിക്കുക, നമുക്ക് ഇരട്ടി സന്തോഷമായിട്ട് അടിച്ചു പൊളിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് രവീന്ദ്രനെ സമാധാനിപ്പിക്കുകയാണ്. അപ്പോൾ സച്ചി അച്ഛൻ കോഫി കുടിച്ച് ചോദിക്കുമ്പോൾ ഇല്ല പറയും. സച്ചിയേട്ടാ അച്ഛന് കോഫി ഒന്നുമില്ല, ഞാൻ എല്ലാം പറഞ്ഞ് ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ, സച്ചിയേട്ടന് കോഫി ചൂടുവെള്ളം കഴിക്കേണ്ട ഗുളിക ഒക്കെ പറഞ്ഞ് ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ സച്ചി പറയും അപ്പോൾ തന്നില്ല എന്ന് ഞാൻ കാണട്ടെ സച്ചിയേട്ടനെ ഇങ്ങോട്ട് വരട്ടെ, സച്ചിയേട്ടനുള്ള ഞാൻ കൊടുക്കാറുമ്പോൾ സച്ചി പറയും ഞാൻ ഇവിടെ തന്നെ ഉണ്ട്, ഞാൻ കോഫിയോടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അച്ഛൻ കുടിക്കാണ്ടല്ലോ, ഉണ്ടാക്കി വെച്ചാൽ മതി, അതെടുത്ത് കയ്യിൽ കൊടുക്കണ്ടേ സച്ചിയേട്ടാ ചോദിക്കാൻ രേവതി. അപ്പോൾ രവീന്ദ്രൻ പറയും അവനെ കുറ്റപ്പെടുത്തണ്ട മോളെ, കാരണം എന്താണെന്നറിയോ, ഞാൻ കുളിച്ചിട്ട് നേരെ അങ്ങോട്ട് പോയിട്ടില്ല, കോഫി ഉണ്ടോ ഇല്ലെന്ന് ഞാൻ നോക്കിയില്ല, ഞാൻ നേരെ മോളെ കാണാനാണ് വന്നത്, അതുകൊണ്ടാണ് ഉണ്ടായത്, അവനെ കുറ്റപ്പെടുത്തണ്ടെന്ന് പറയണം. അപ്പം അല്ലെങ്കിൽ ഇപ്പം അച്ഛനും മോളൊരു കെട്ടാം, ഞാൻ പുറത്ത് എന്നെ വേദനിപ്പിക്കാനാണല്ലോ എല്ലാവർക്കും സന്തോഷം, ഞാൻ എന്ത് ചെയ്താലും എന്നെ കുറ്റപ്പെടുത്താൻ എല്ലാവർക്കും ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് സച്ചി അങ്ങനെ വെറുതെ സങ്കടം അഭിനയിക്കുകയാണ്. അപ്പോൾ രവീന്ദ്രൻ സച്ചിയുടെ തല പിടിച്ചിട്ട് ചെവി പിടിച്ച് കഴിക്കിട്ട് പറയാം പാവത്തിന് ഇനി വേദനിപ്പിക്കേണ്ട മോളെ, ഞാൻ അങ്ങോട്ട് പോട്ടെ കേട്ടോ പറഞ്ഞിട്ട് അങ്ങനെ രവീന്ദ്രൻ താഴത്തേക്ക് ചായ കുടിക്കാൻ പോവാണ്. ആ സമയത്ത് സച്ചി രേവതിയും കൂടിയിട്ട് അവിടെ ഇങ്ങനെ കണ്ണോട് കണ്ണ് നോക്കിയിരിക്കുമ്പോൾ രേവതിയുടെ കൈയെടുത്ത് സച്ചി മടിയിൽ വെക്കുകയാണ്. മടിയിൽ വെച്ച് അവർ ഭയങ്കര ലവ് സീനൊക്കെ അഭിനയിച്ചിരിക്കുന്ന സമയത്താണ് നമ്മൾ ശ്രീകാന്തും വർഷയും കൂടി റൂമിലേക്ക് കയറി തന്നെ എന്താ ഇപ്പം ഇവിടെ ആക്സിഡൻറ്റ് ഹണിമൂണാ ചോദിക്കും. അപ്പോൾ സച്ചി അതല്ല രേവതിയുടെ കണ്ണിലെ ഒരു കരട്, ഞങ്ങൾക്കെല്ലാം മനസ്സിലാവുണ്ട്, ഇവിടെ ഇപ്പോൾ വേറെ ലവ് ഡ്രാമയാണ് കളിക്കണമെന്ന് പറയാണ് വർഷ. അങ്ങനെ അവർ ഒരു ചിരിച്ച് അത് സംസാരിക്കുന്ന സമയത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ എൻ്റെ കഥ കേട്ട് ഇഷ്ടപ്പെട്ട കൂട്ടുകാരൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും താങ്ക് യു.